Dear students, in this video I am going to discuss about a new topic which is regular grammar. Okay, so before move on to regular grammar, we should revise the concepts of alphabet, string and language. So you might familiar all these concepts, right? So actually alphabet is nothing but just digits, okay, or just letters in a particular language. നമ്മൾ ഓൾറെഡി ജസ്റ്റ് ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തതാണ്. Then combination of alphabets can be called as string and a combination of strings can be called as a language. And we have seen different representation of a language. അതായത് ഒരു ലാംഗ്വേജ് തന്നു കഴിഞ്ഞാൽ you can represent that particular language as an NFA, as a DFA. ഇത് രണ്ടും നമ്മൾ ഓൾറെഡി പഠിച്ചതാണ്. So as an example you can see that is the language is nothing but we have to accept the string that starts with B. അതായത് നമ്മുടെ ലാംഗ്വേജിന്റെ സ്പെഷ്യാലിറ്റി എന്ന് പറയുന്നത് ഒരു സ്ട്രിങ് വരികയാണെങ്കിൽ ആ സ്ട്രിങ്ങിന്റെ സ്റ്റാർട്ടിംഗ് ലെറ്റർ ഷുഡ് ബി ബി. അങ്ങനെ തന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അപ്പൊ ഈ ലാംഗ്വേജിനെ നമുക്ക് എങ്ങനെയൊക്കെ റെപ്രസെന്റ് ചെയ്യാം? നമുക്ക് വേണമെങ്കിൽ ഒരു DFA വെച്ച് റെപ്രസെന്റ് ചെയ്യാം, ഓർ യു ക്യാൻ റെപ്രസെന്റ് ഇറ്റ് ആസ് എൻ NFA. നമ്മൾ ഓൾറെഡി പഠിച്ചതാണ്. അപ്പൊ ഇത് ജസ്റ്റ് ഒരു DFA റെപ്രസെന്റേഷൻ ആണ്. ഞാൻ ഇതിൽ ഡെഡ് സ്റ്റേറ്റ് വരച്ചിട്ടില്ല, സിമ്പിൾ റെപ്രസെന്റേഷൻ ആണ്. അതായത് സ്ട്രിങ് എപ്പോഴും ബി വെച്ച് സ്റ്റാർട്ട് ചെയ്യണം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ ബി വെച്ച് സ്റ്റാർട്ട് ചെയ്താലേ നമുക്ക് Q1 എന്ന് പറയുന്ന സ്റ്റേറ്റിലേക്ക് പോകാൻ പറ്റുള്ളൂ. ഇതിൽ ശരിക്കും വേണമെങ്കിൽ നമുക്ക് ഡെഡ് സ്റ്റേറ്റ് വരയ്ക്കാം. ഞാൻ ഇത് ഒരു ഗ്രാമർ പറയുന്നതായതുകൊണ്ട് ജസ്റ്റ് ഈ ഒരു സിമ്പിൾ കോൺസെപ്റ്റ് മാത്രമേ വരച്ചിട്ടുള്ളൂ. ഓക്കെ, സോ ബി വന്നു കഴിഞ്ഞാൽ യു ക്യാൻ ഗോ ടു Q1. അപ്പൊ നമ്മൾ ഫൈനൽ സ്റ്റേറ്റിൽ എത്തി, അതായത് ആക്സെപ്റ്റബിൾ ആണ്. പിന്നെ എന്ത് വന്നാലും നമുക്ക് പ്രശ്നമില്ല. അപ്പൊ എ വന്നാലും ബി വന്നാലും യു ക്യാൻ സ്റ്റേ ബാക്ക് ഓൺ ദിസ് Q1. ഓക്കെ, ഇതാണ് നമ്മുടെ നോർമൽ DFA എന്ന് പറയുന്നത്. ഇനി ഇതിന്റെ NFAയിലേക്ക് ഞാൻ പോകുന്നില്ല, നമുക്ക് ഓൾറെഡി അറിയാം ഹൗ ടു ഡ്രോ ദ NFA എന്നുള്ളത്. അപ്പൊ ഇങ്ങനെ നമുക്ക് ഒരു ലാംഗ്വേജ് തന്നു കഴിഞ്ഞാൽ റെപ്രസെന്റ് ചെയ്യാം. സോ NFA ആൻഡ് DFA ആർ ദ ഡിഫറെന്റ് റെപ്രസെന്റേഷൻ ഓഫ് എ ലാംഗ്വേജ്. ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് തേർഡ് റെപ്രസെന്റേഷൻ ആണ്, വിച്ച് ഇസ് നത്തിങ് ബട്ട് റെഗുലർ ഗ്രാമർ. ഒരു ലാംഗ്വേജ് തന്നു കഴിഞ്ഞാൽ അതിനെ റെഗുലർ ഗ്രാമർ വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാം? റെപ്രസെന്റ് ചെയ്യാം. ഓക്കെ, അപ്പൊ നമ്മൾ ഓൾറെഡി DFA ഒക്കെ പഠിച്ച സമയത്ത് വി ഹാവ് സീൻ വാട്ട് ഇസ് ദ മാത്തമാറ്റിക്കൽ ഡിസ്ക്രിപ്ഷൻ ഓഫ് DFA. DFAനെ നമ്മൾ റെപ്രസെന്റ് ചെയ്യുന്നത് A is equal to ഒരു 5 ടപ്പിൾ ഫോർമാറ്റ് പഠിച്ചതായിട്ട് ഓർമ്മയുണ്ടാവും. ഓക്കെ, അതിൽ നമുക്ക് എന്താണ് Q എന്ന് പറയുന്ന ഒരു സിമ്പിൾ ഉണ്ട്. Q എന്ന് പറയുന്നത് ഏതൊക്കെ സ്റ്റേറ്റ്സ് ആണ്, Q0, Q1 അങ്ങനെ ഡിഫറെന്റ് സ്റ്റേറ്റ്സിനെ റെപ്രസെന്റ് ചെയ്യും. സെക്കൻഡ് വൺ എന്ന് പറയുന്നത് ഇങ്ങനെ ഒരു സിമ്പിൾ റോ. സോ ഇതിന്റെ മീനിങ് എന്ന് പറയുന്നത് റോ അല്ല ഡെൽറ്റ. സോ ഇത് മീനിങ് എന്ന് പറയുന്നത് ഒരു ഇൻപുട്ട് വരുന്ന സമയത്ത് Q0 എന്ന് പറയുന്ന സ്റ്റേറ്റിൽ നിന്ന് Q1 എന്ന് പറയുന്ന സ്റ്റേറ്റിലേക്ക് ഒരു ട്രാൻസിഷൻ വന്നു. അപ്പൊ സ്റ്റേറ്റ് ട്രാൻസിഷനെ നമ്മൾ എന്ത് വെച്ചാൽ റെപ്രസെന്റ് ചെയ്യുന്നത്? ഡെൽറ്റ. ദെൻ നമ്മുടെ ആൽഫബറ്റ്സ് എന്ന് പറയുന്നത് നമ്മൾ സിഗ്മ വെച്ച് റെപ്രസെന്റ് ചെയ്യും. ഓക്കെ, പിന്നെ നമ്മുടെ സ്റ്റാർട്ടിംഗ് സ്റ്റേറ്റ് എന്ന് പറയുന്നത് നമ്മൾ Q0 വെച്ച് റെപ്രസെന്റ് ചെയ്യും. ഫൈനൽ സ്റ്റേറ്റിനെ F എന്ന് വെച്ചിട്ട് റെപ്രസെന്റ് ചെയ്യും. അപ്പൊ ഇതാണ് മാത്തമാറ്റിക്കൽ റെപ്രസെന്റേഷൻ ഓഫ് DFA എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ അതേപോലെ തന്നെ ഗ്രാമർ എന്ന് പറയുന്നത് ഞാൻ ഓൾറെഡി പറഞ്ഞു, ഒരു ലാംഗ്വേജിനെ റെപ്രസെന്റ് ചെയ്യുന്ന DFA പോലെ NFA പോലുള്ള ഒരു റെപ്രസെന്റേഷൻ തന്നെയാണ് റെഗുലർ ഗ്രാമർ. ഓക്കെ, അപ്പൊ അതിൽ നമ്മൾ സിമ്പിൾസ് വെച്ചിട്ടാണ് റെപ്രസെന്റ് ചെയ്യുന്നത്. അപ്പൊ ഈ ക്വസ്റ്റ്യന്റെ അതായത് സ്റ്റാർട്ട്സ് വിത്ത് ബി എന്ന് പറയുന്ന ഒരു ലാംഗ്വേജിനെ ഞാൻ എങ്ങനെയാണ് ഗ്രാമർ വെച്ച് റെപ്രസെന്റ് ചെയ്യണമെന്ന് പറഞ്ഞുതരാം. അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ ഗ്രാമർ എഴുതാൻ പഠിക്കും. അപ്പൊ ഇത് ജസ്റ്റ് ഒരു എക്സാമ്പിൾ ആണ്. ഓക്കെ, അപ്പൊ ഗ്രാമർ എഴുതുമ്പോൾ എപ്പോഴും നമ്മളൊരു ലെറ്റേഴ്സ് ആണ് യൂസ് ചെയ്യുന്നത്. യു ക്യാൻ യൂസ് എനി ലെറ്റർ ഇൻ ദ ഇംഗ്ലീഷ് ആൽഫബറ്റ്. ഓക്കെ, അപ്പൊ ഞാനിവിടെ എസ് എന്ന് പറഞ്ഞു, സ്ട്രിങ് ആയതുകൊണ്ട് എസ് എന്ന് ജസ്റ്റ് റെപ്രസെന്റ് ചെയ്തു. അപ്പൊ നമ്മുടെ സ്ട്രിങ്ങിന്റെ ഫോർമാറ്റ് എങ്ങനെയാണ്? അതായത് എസ് എന്ന് പറയുന്നത് എന്തൊക്കെ ആവാം? എപ്പോഴും സ്റ്റാർട്ടിങ്ങിൽ ബി വരണം. അപ്പൊ ആദ്യത്തെ പൊസിഷൻ ഞാൻ എന്തെന്നെ എഴുതി? ബി തന്നെ എഴുതി. അത് കഴിഞ്ഞിട്ട് നമുക്ക് ഇവിടെ എന്ത് വേണമെങ്കിലും വരാം, വന്നില്ലേലും പ്രശ്നമില്ല. ഓക്കെ, അതിന്റെ അർത്ഥം എന്താ? ഇവിടെ നമുക്ക് എപ്സിലൺ വന്നാലും പ്രശ്നമില്ല. ഇനി ഇവിടെ എന്താണ്? ഈ സെയിം പൊസിഷനിൽ നമുക്ക് എ വന്നാലും കുഴപ്പമില്ല, എത്ര എ വന്നാലും കുഴപ്പമില്ല, അതുപോലെ ബി വന്നാലും കുഴപ്പമില്ല, എത്ര ബി വന്നാലും കുഴപ്പമില്ല, ഇനി ഒന്നും വന്നില്ലെങ്കിലും കുഴപ്പമില്ല. അപ്പൊ ഫസ്റ്റ് പൊസിഷൻ നമ്മൾ ബി തന്നെ എഴുതി. ഓക്കെ, അപ്പൊ ഇത്രയേ ഉള്ളൂ. എന്റെ സ്ട്രിങ് എന്ന് പറയുന്നതിന്റെ സ്റ്റാർട്ടിംഗ് പൊസിഷൻ ഷുഡ് ബി ബി. പിന്നെ ഞാൻ ഇതിനെ ക്യാപിറ്റൽ ലെറ്റർ ബി എന്ന് എഴുതി എന്ന് വിചാരിക്കും. ഓക്കെ, ഇത് എന്തിനാ എഴുതുന്നതെന്ന് പറഞ്ഞുതരാം, ഇപ്പൊ ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കുക, അത്രയും. ദെൻ ഈ ക്യാപിറ്റൽ ലെറ്റർ ബി എന്ന് പറയുന്നത് ആരൊക്കെ ആവാം? ഞാൻ നേരത്തെ പറഞ്ഞു ബി കഴിഞ്ഞിട്ട് ഒന്നും വന്നില്ലെങ്കിലും പ്രശ്നമില്ല. അപ്പൊ ഈ ക്യാപിറ്റൽ ലെറ്റർ ബി നമുക്ക് വേണമെങ്കിൽ എപ്സിലൺ ആവാം, അതായത് ഒന്നും വരാതിരിക്കാം. അപ്പൊ ബി ഫോളോഡ് ബൈ എപ്സിലൺ എഴുതി കഴിഞ്ഞാൽ അർത്ഥം എന്താ? ബി മാത്രമേ ഉള്ളൂ. ഓക്കെ, ഇനി ഈ ക്യാപിറ്റൽ ലെറ്റർ ബി എന്ന് പറഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞു എ ആവാം, എ ആയിക്കൂടെ? എ ആവാം. അതേപോലെ ഈ ക്യാപിറ്റൽ ലെറ്റർ ബി എന്ന് പറയുന്നത് എന്താവാം? സ്മോൾ ലെറ്റർ ബി ആവാം, അതായത് ബി കഴിഞ്ഞിട്ട് ഒരു ബി വരാം അല്ലേ? ഇനി ഒരു എ മാത്രം ആവണം എന്നില്ല, പിന്നെയും എ വരാം ഒന്നുകൂടെ. അപ്പൊ അതുകൊണ്ട് നമുക്ക് ഇവിടെ ക്യാപിറ്റൽ ലെറ്റർ ബി എന്ന് കൊടുക്കാം. ഇതിനർത്ഥം എന്താ? ഒരു എ കഴിഞ്ഞിട്ട് പിന്നെ ബി വന്നു, അപ്പൊ ബിനെ വീണ്ടും നമുക്ക് എന്ത് വെച്ചിട്ട് എഴുതാം? എ ബി എന്ന് എഴുതാം. അപ്പൊ വീണ്ടും നമുക്ക് ഇവിടെ എ ബി കിട്ടും. ഓക്കെ, ഈ ബിനെ വേണമെങ്കിൽ നമുക്ക് വീണ്ടും എ ബി എന്ന് എഴുതാം. അങ്ങനെ എത്ര എ വേണമെങ്കിലും ഇതിൽ ജനറേറ്റ് ചെയ്യാം. ഇനി എവിടെയെങ്കിലും വെച്ച് നമുക്ക് എ മതി, ഇത്രയേ ഉള്ളൂ എന്നുണ്ടെങ്കിൽ ഈ ബിക്ക് നമുക്ക് എന്ത് അപ്ലൈ ചെയ്യാം? എപ്സിലൺ അപ്ലൈ ചെയ്യാം. അതേപോലെ ബിന്റെ ബാക്കിൽ നമുക്ക് എന്ത് എഴുതാം? ക്യാപിറ്റൽ ലെറ്റർ ബി എഴുതാം. അപ്പൊ നമുക്ക് രണ്ട് ബി ഉണ്ടെങ്കിൽ
ആദ്യത്തെ ഒരു ബി, പിന്നെ ഈ ബീനെ ഡിറൈവ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും, ബി എന്ന് കിട്ടും. ഓക്കെ, അപ്പൊ 2 ബി ആയി. എന്നിട്ട് ഇവിടെ വെച്ച് നിർത്തണം എന്നുണ്ടെങ്കിൽ ഈ ബിക്ക് നമുക്ക് എന്താ അപ്ലൈ ചെയ്യാം, എപ്സിലോൺ അപ്ലൈ ചെയ്യാം. ഓക്കെ, അപ്പൊ ഇങ്ങനെ ഒരു ഫോർമാറ്റിൽ എഴുതി. അപ്പൊ ഇത്രയേ ഉള്ളൂ. ഒന്നുകൂടി ഞാൻ ജസ്റ്റ് പറയാം. ആക്ച്വലി ദ കോൺസെപ്റ്റ് ഇസ് the given question is you have to accept the string that starts with b. b വെച്ച് സ്റ്റാർട്ട് ചെയ്യുന്നതിന് മാത്രമേ നമ്മൾ ആക്സെപ്റ്റ് ചെയ്യാൻ പാടുള്ളൂ. നമുക്ക് ഇതിനെ ഈ ഒരു കോൺസെപ്റ്റിനെ DFA വെച്ച് വരയ്ക്കാം. അതാണ് ഞാൻ ജസ്റ്റ് ഇവിടെ വരച്ചിട്ടിരിക്കുന്നത്. ഇങ്ങനെ വരച്ചു കഴിഞ്ഞാൽ അർത്ഥം നമ്മൾ ബി വന്നാൽ മാത്രമേ ഫൈനൽ സ്റ്റേറ്റിലേക്ക് പോകുള്ളൂ. ഓക്കെ, ഇതേപോലെ തന്നെ അടുത്തൊരു റെപ്രസെന്റേഷൻ ആണ് റെഗുലർ ഗ്രാമർ. ഗ്രാമർ എഴുതുമ്പോൾ നമ്മൾ ഇങ്ങനെ സിംബോളിക്കലി ആണ് റെപ്രസെന്റ് ചെയ്തത്. ഇറ്റ്സ് ലൈക്ക് എ ലാംഗ്വേജ്. ഓക്കെ, അപ്പൊ ഇതിൽ നമ്മൾ എഴുതുന്നത് ആദ്യത്തെ സ്ട്രിങ്ങിനെ ഞാൻ എസ് എന്ന് എഴുതി. ആ എസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തൊക്കെ ആവാം, ഫസ്റ്റ് ലെറ്റർ എന്തായാലും ബി വരണം. അത് കഴിഞ്ഞ് വരുന്നത് എന്ത് വേണമെങ്കിലും ആവാം. അപ്പൊ ആ എന്ത് വേണമെങ്കിലും ആവാം എന്നുള്ളതിനെ ഞാൻ ക്യാപിറ്റൽ ലെറ്റർ ബി വെച്ച് റെപ്രസെന്റ് ചെയ്തു. ഇനി ആ എന്ത് വേണമെങ്കിലും ആവാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തൊക്കെ ആവാം, ബി ക്യാൻ ബി എപ്സിലൺ, അതായത് ദർ ഇസ് നോ ഫോളോവർ ഫോർ സ്മോൾ ലെറ്റർ ബി, അങ്ങനെ വേണമെങ്കിൽ വരാം. അതല്ലെങ്കിൽ ബി ഫോളോഡ് ബൈ എ വിൽ ബി ദർ, ദെൻ ബി ഫോളോഡ് ബൈ മൾട്ടിപ്പിൾ എ വിൽ ബി ദർ. സോ അതുകൊണ്ടാണ് ഞാൻ ഇവിടെ എന്ത് എഴുതിയത്, ക്യാപിറ്റൽ ലെറ്റർ ബി എന്ന് എഴുതിയത്. കാരണം ആ ബീനെ വീണ്ടും നമുക്ക് ഡിറൈവ് ചെയ്ത് യു ക്യാൻ ജനറേറ്റ് എനി നമ്പർ ഓഫ് എസ്. ഓക്കെ, അതേപോലെ ബി വരാം. അപ്പൊ ഇതിൽ ഏതെങ്കിലും ഒക്കെ വന്നു കഴിഞ്ഞാൽ ഇനി ഇത്രയേ ഉള്ളൂ. നമുക്കൊരു ക്വസ്റ്റ്യൻ തന്നു, യു ഹാവ് ഗിവൺ എ സ്ട്രിങ്, ജസ്റ്റ് ഒന്ന് അസ്യൂം ചെയ്യുക. അതായത് ഒരു ബി എ ബി ഇങ്ങനെ ഒരു സ്ട്രിങ് തന്നിട്ട് നമ്മളോട് ചോദിക്കുകയാണ് വെദർ ഇറ്റ് ഈസ് സിന്റാക്ടിക്കലി കറക്റ്റ് ഓർ നോട്ട് ആസ് പെർ യുവർ ലാംഗ്വേജ്. നമ്മുടെ ലാംഗ്വേജ് എന്താണ്, സ്ട്രിങ്സ് എപ്പോഴും സ്മോൾ ലെറ്റർ ബി വെച്ച് സ്റ്റാർട്ട് ചെയ്യണം. ദാറ്റ് ഇസ് അവർ ലാംഗ്വേജ്. അപ്പൊ നിങ്ങളുടെ ലാംഗ്വേജ് പ്രകാരം സോ ദിസ് ഗിവൺ സ്ട്രിങ് സിന്റാക്ടിക്കലി കറക്റ്റ് ഓർ നോട്ട്. അപ്പൊ നമ്മൾ എങ്ങനെ കമ്പൈലറിന് കൊടുത്തിരിക്കുന്നത്, ഇതാണ് നമ്മൾ കൊടുത്തിരിക്കുന്ന റൂൾ ഫോർ ദ കമ്പൈലർ. അപ്പൊ കമ്പൈലർ എങ്ങനെ ചെക്ക് ചെയ്യുന്നത്, ഈ റൂള് വെച്ചിട്ട് ക്യാൻ വി ജനറേറ്റ് ദിസ് പെർട്ടിക്കുലർ സ്ട്രിങ്. ഓക്കെ, ഈ റൂള് വെച്ചിട്ട് നമുക്ക് ഈ സ്ട്രിങ്ങിനെ ജനറേറ്റ് ചെയ്യാൻ പറ്റുമോ നോക്കും. പറ്റുന്നുണ്ടെങ്കിൽ വി ക്യാൻ സീ ദാറ്റ് ദിസ് പെർട്ടിക്കുലർ സ്ട്രിങ് ഇസ് ആൽഫബറ്റിക്കലി കറക്റ്റ്. ഇനി അതല്ലെങ്കിൽ കമ്പൈലർ എന്ത് പറയും, ദിസ് ഇസ് സിന്റാക്ടിക്കലി റോങ് എന്ന് പറയും. ഓക്കെ, അപ്പൊ നമ്മുടെ റൂൾ എന്ന് പറയുന്നത് ഇതാണ് നമ്മുടെ റൂൾ. ഇത് വെച്ചിട്ട് ഈ സ്ട്രിങ് ജനറേറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടോ നോക്കാം. അപ്പൊ ഈ റൂൾ എപ്പോഴും സ്റ്റാർട്ട് ചെയ്യുന്നത് എന്താ വെച്ചിട്ടാ, ക്യാപിറ്റൽ ലെറ്റർ എസ് ആണ്. അപ്പൊ ഞാൻ ജസ്റ്റ് ഇവിടെ ഡിറൈവ് ചെയ്യാണ്, എസ് എഴുതി. എസിന്റെ സ്റ്റാർട്ടിംഗ് ലെറ്റർ ബി വരണം. അപ്പൊ ഇവിടെ ഓൾറെഡി ഫസ്റ്റ് ഇൻപുട്ട് എന്താണ്, ഫസ്റ്റ് ഇൻപുട്ട് എന്ന് പറയുന്നത് ബി ആണ്. അപ്പൊ അത് മാച്ചിങ് ആയി. ഓക്കെ, ബി ഫോളോഡ് ബൈ ഇവിടെ ആരാ വരുന്നത്, ക്യാപിറ്റൽ ലെറ്റർ ബി വന്നു. ഓക്കെ, അപ്പൊ ഈ ക്യാപിറ്റൽ ലെറ്റർ ബി ആരൊക്കെ ആവാം എന്നാണ് ഇനി നോക്കുന്നത്. അപ്പൊ അടുത്ത ഇൻപുട്ട് എന്ന് പറയുന്നത് എ ആണ്. അപ്പൊ എ ഈ ക്യാപിറ്റൽ ലെറ്റർ ബി വെച്ച് ജനറേറ്റ് ചെയ്യാൻ പറ്റുമോ, യെസ്, വി ഹാവ് എ റൂൾ ഹിയർ. അപ്പൊ നമ്മൾ ആ റൂൾ എടുത്തു. അപ്പൊ ആ റൂളിൽ നമുക്ക് എ വരാം. അപ്പൊ എയും നമ്മുടെ സെക്കൻഡ് ഇൻപുട്ട് മാച്ച് ആയിട്ടുണ്ട്. ഓക്കെ, ദെൻ വീണ്ടും ഈ ക്യാപിറ്റൽ ലെറ്റർ ബി, എ ഫോളോഡ് ബൈ ബി എന്നാണല്ലോ. അപ്പൊ ഇവിടെ ഒരു ബിയും കൂടി ഉണ്ട്. അപ്പൊ ഈ ബിയിൽ ഇനി എന്തൊക്കെ വരാം, നമ്മുടെ അടുത്ത ഇൻപുട്ട് എന്ന് പറയുന്നത് ബി ആണ്. അപ്പൊ ബി വെച്ചിട്ടുള്ള റൂൾ നമ്മൾ ജസ്റ്റ് പിക്ക് ചെയ്യുക, സ്മോൾ ലെറ്റർ ബി ഫോളോഡ് ബൈ ക്യാപിറ്റൽ ലെറ്റർ ബി. അപ്പൊ നമ്മുടെ ഈ മൂന്നാമത്തെ ഇൻപുട്ട് ബി ആണ്. അപ്പൊ ഇത് ഓൾറെഡി ഇവിടെ മാച്ച് ആയി, ഇവിടെ മാച്ച് ആയി, ഇവിടെ മാച്ച് ആയി. അപ്പൊ ഇത് സിന്റാക്ടിക്കലി കറക്റ്റ് ആണ്. ഓക്കെ, ഇനി ഇത്രയേ ഉള്ളൂ, നമ്മുടെ ബി കഴിഞ്ഞു. ഇനി ബിനെ ഡിറൈവ് ചെയ്യണ്ട. അപ്പൊ നമുക്ക് ഇതിനെ എന്താ അപ്ലൈ ചെയ്യാം, എപ്സിലോൺ അപ്ലൈ ചെയ്യാം. അതിന്റെ അർത്ഥം അത് കംപ്ലീറ്റ് ആയി. ഓക്കെ, അപ്പൊ നമ്മൾ എന്താ ചെയ്തത്, ഈ റൂള് വെച്ചിട്ട് ഈ തന്ന സ്ട്രിങ്ങിനെ നമുക്ക് ജനറേറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടോ നോക്കി. പറ്റുന്നുണ്ടെങ്കിൽ എന്ത് പറയാം, ദിസ് പർട്ടിക്കുലർ സ്ട്രിങ് സിന്റാക്ടിക്കലി കറക്റ്റ് എന്ന് പറയാം. ഓക്കെ, അപ്പൊ ഞാൻ പറഞ്ഞു വന്നത് ഇത്രയേ ഉള്ളൂ. നമുക്കൊരു ലാംഗ്വേജ് ഉണ്ട്. ലാംഗ്വേജ് എന്ന് പറയുന്നത് ഇത്രയേ ഉള്ളൂ, ആക്സെപ്റ്റിംഗ് സ്ട്രിങ്സ് ദാറ്റ് സ്റ്റാർട്ട്സ് വിത്ത് ബി. ഓക്കെ, അപ്പൊ അതിനെ റെപ്രസെന്റ് ചെയ്യാൻ ഐദർ യു ക്യാൻ യൂസ് DFA ഓർ NFA റെപ്രസെന്റേഷൻ ഓർ യു ക്യാൻ യൂസ് റൂൾ റെപ്രസെന്റേഷൻ. ഇങ്ങനെ റൂൾ ആയിട്ട് റെപ്രസെന്റ് ചെയ്യുന്നതിന് പറയുന്നതാണ് റെഗുലർ